ഗുഡൻ ടാഗ് ലോയിറ്റ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രൂണെ മോബിലിറ്റേറ്റ് ആണ്. എന്താണ് ഗ്രൂണെ മോബിലിറ്റേറ്റ് എന്ന തേമയുടെ മീനിങ്? ഗ്രൂണെ മോബിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു കാലയളവിൽ ഒരുപാട് പരിസ്ഥിതി മലിനീകരണങ്ങളൊക്കെ ഒത്തിരി നടക്കുന്ന ഒരു സമയമാണിത്. അതെന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഫാർസോയികൾ എന്ന് വെച്ചാൽ എന്താണ്? വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതിൻ്റെ ആ ഒരു ഇന്ധനം ബ്രൻസ്റ്റോഫ് കത്തുന്നത് ബേൺ ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് എമിസിയോൺ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ലുഫ്റ്റ് ഫെർഷ്മുട്സ്റ്റ് ആകുന്നു അല്ലേ? അത് ഒരുപാട് മലിനീകൃതമാകുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരുപാട് ഗസൂൺഹൈറ്റ് ഇഷ്യൂസും അതോടൊപ്പം തന്നെ നമ്മുടെ പരിസ്ഥിതിയെ വളരെ മോശകരമായിട്ടത് ബാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനെ തടയുക എന്നുള്ള ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രൂണെ മൊബിലിറ്റേറ്റ് എന്ന് പറയുന്ന ഒരു തേമയുടെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. ഗ്രൂണെ മൊബിലിറ്റേറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എമിസിയോണൊക്കെ കുറച്ച് അങ്ങനെയുള്ള ഫാർസോയികൾ യൂസ് ചെയ്ത് നമ്മുടെ ഡെയിലി പാൻഡലിനൊക്കെ നമ്മുടെ ഡെയിലി അപ്പ് ആൻഡ് ഡൗൺ അല്ലേ, നമ്മുടെ യാത്രകളൊക്കെ അങ്ങനെ അത് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഗ്രൂണെ മൊബിലിറ്റേറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഗ്രൂണെ മൊബിലിറ്റേറ്റ് നമുക്ക് ഏതൊക്കെ മോഗ്ലിഷ്കൈറ്റുകൾ കൊണ്ട് നമുക്ക് സാധ്യമാക്കാം? അപ്പോൾ ഏതൊക്കെയാണ് ഫാർസോയികൾ? ഫോർ എക്സാമ്പിൾ ഫെറാഡ് എന്ന് വെച്ചാൽ നമ്മൾ സൈക്ലിംഗ് ചെയ്യുന്നത് അല്ലേ? ഫെറാഡിനകത്ത് ബ്രെൻസ്റ്റോഫ് ഉണ്ടോ? ഇന്ധനം ഉണ്ടോ? ഇല്ല. ഫെറാഡിൽ നിന്ന് CO2 എമിസിയോൺ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാർസോയിക്കാണ് ഫെറാഡ്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫൻലിഷർ ഫെർക്കാസ് മെറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇപ്പോൾ ജർമ്മനി പോലുള്ള കൺട്രികളിൽ മിക്കതും ബ്രൻസ്റ്റോഫ് യൂസ് ചെയ്യാത്ത ഇലക്ട്രോ ആയിട്ടുള്ള ഫാർസോയികളായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഇലക്ട്രോ ഫാർസോയികൾ CO2 എമിസിയോണൻ ഫെറൂർസാക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫാർസോയികളൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ഗ്രൂണെ മൊബിലിറ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംരംഭം സാധ്യമാക്കി തരും. പിന്നെ മൂന്നാമത്തെ ഇലക്ട്രോ ഔട്ടോസ് ഉപയോഗിക്കുന്നത് വഴി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലിഫ്റ്റ് ഫെർഷ്മുട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാം. അപ്പം 3 മോഗ്ലിഷ്കൈറ്റുകളാണുള്ളത്. അപ്പോൾ ഗ്രൂണെ മൊബിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ das Thema Grüne Mobilität spielt eine sehr wichtige Rolle in unserem Gesellschaft. Die sehr hilfreich für die CO2-Emissionen zu reduzieren. Dadurch ist es möglich, eine Luft von guter Qualität zu atmen. അല്ലേ? നമ്മൾ നല്ല ഒരു ക്വാളിറ്റിയുള്ള നല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനീകൃതമല്ലാത്ത നല്ല ഒരു ഒരു എയർ നമുക്ക് ശ്വസിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഗ്രൂണെ മൊബിലിറ്റേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരുപാട് വാഹനങ്ങളൊക്കെ ഫെർക്കാറിലൊക്കെ നമ്മുടെ ഈ സ്റ്റൗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാഫിക്കിൽ വണ്ടികൾ വന്ന് നിൽക്കുന്ന സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ എയർ പൊല്യൂട്ടഡ് ആകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു എയർ ശ്വസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. ഈ ഒരു ഗ്രൂണെ മൊബിലിറ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മുടെ പരിസ്ഥിതിയിൽ ഉംവെൽറ്റിനെ ശുദ്ധം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മോഗ്ലിഷ്കൈറ്റ് നോക്കാം. ആദ്യത്തെ മോഗ്ലിഷ്കൈറ്റ് ഫെറാഡ് ഫാറിനാണ് അല്ലേ? ഫെറാഡ് ഫാറൻ ചെയ്താൽ നമുക്ക് എന്താണ് നമുക്ക് അതിന് നിന്ന് കിട്ടുന്ന പ്ലസ് പോയിൻറ്റ്സുകൾ? ഫെറാഡ് ഫാറൻ ചെയ്യുമ്പോൾ wenn man die Verrat für ihre tägliche Pendeln in Anspruch nimmt, ist es möglich, ihre Gesundheit erheblich zu verbessern. Gesundheit verbessern ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അത് മാത്രമല്ല darüber hinaus gibt es keine CO2 Emissionen അല്ലേ? CO2 Emissionen ഉണ്ടോ? ഇല്ല. weil es keine Brennstoff braucht. ബ്രെൻസ്റ്റോഫ് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ CO2 എമിസിയോണിനും ഉണ്ടാകുന്നില്ല. അപ്പോൾ നല്ലൊരു ലിഫ്റ്റ് ക്വാളിറ്റേറ്റ് നമുക്ക് കിട്ടുന്നു. ലിഫ്റ്റിൻ്റെ ക്വാളിറ്റേറ്റ് കൂട്ടാനായിട്ട് കഴിയുന്നു. പിന്നെ നമ്മുടെ ഗലങ്കൻ, നമ്മുടെ ജോയിൻസും മസിൽസും മുസ്കുലനും ജോയിൻസും ഗലങ്കനും ഒക്കെ സ്റ്റിയർക്കൺ ചെയ്യാനായിട്ട് കഴിയുന്നു. നല്ലൊരു ഫിറ്റർ ക്യോർപ്പർ നമുക്കവിടെ
കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ്. മൈനസ് പോയിൻറ്റ്സ് എന്താണ്? ഇപ്പോൾ പുറത്തോട്ടുള്ള കൺട്രികളിലൊക്കെ ജർമ്മനിയൊക്കെ പോലുള്ള ഒരു കൺട്രി ആണെങ്കിൽ ഈ ഒരു മ്യോഗ്ലിഷ്കൈറ്റ് എപ്പോഴും പോസിബിൾ അല്ല. കാരണം ഷ്ലെക്റ്റം വെറ്റേഴ്സിൽ അല്ലേ, es ist nicht möglich in schlechtem Wetter mit Fahrrad zu fahren അല്ലേ. ഫറാദ് ഉപയോഗിച്ച് നമുക്ക് നല്ല വെതർ അല്ലാത്തപ്പോൾ തണുപ്പ് കോൾഡ് വെതറിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല. darüber hinaus എന്താണ് അല്ലെങ്കിൽ außerdem ist es nicht möglich für längere Strecken അല്ലേ. ലോങ് യാത്രകൾക്കൊക്കെ നമുക്കിത് പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ നെഗറ്റീവ്സ്. ഇപ്പം നമ്മൾ ഫറാദ് ഫാറനാണ് നമ്മൾ ഗനൗർ പറയുന്നെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന് പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു പോയിൻ്റാണ്, രണ്ടാമത്തെ മ്യോഗ്ലിഷ്കൈറ്റാണ് ഈ ഓഫൻലിഷെ ഫെർക്കാസ് മെറ്റൽ. ഓഫൻലിഷെ ഫെർക്കാസ് മെറ്റലും എന്താണ്? നല്ലൊരു മ്യോഗ്ലിഷ്കൈറ്റ്. അത് വേണമെങ്കിൽ നമുക്ക് ഗനൗർ പറയാം. ഓഫൻലിഷെ ഫെർക്കാസ് മെറ്റലിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വളരെ ഉമ്മൽ ഫ്രോയിൻഡ്ലിഷ് ആയിട്ടുള്ളൊരു യാത്ര അല്ലേ. സിസ്റ്റർ സേർ ഉംവെൽ ഫ്രോയിൻഡ്ലിഷ് ദ കൈന സേവോസ് വൈ എംസിയോൺ ഗിഫ്റ്റ് അല്ലേ. അത് മാത്രമല്ല സുധാം സെൻറ്റ് വേരിയൻ്റ് അല്ലാതെ അതിന് എന്താണ് കോസ്റ്റൻ ഗുൻസ്റ്റിഷ് റൈസിനർ ഹാൽറ്റൻ, നമുക്ക് പൈസ ചിലവ് കുറഞ്ഞ ഒരു യാത്ര. അതുകൊണ്ട് ഓഫൻലിഷെ ഫെർക്കാസ് മെറ്റൽ എന്താണ്? പൈസ കുറവാണ്. പൈസ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ചിലവുകൾ ചുരുക്കാനായിട്ട് കഴിയും. darüber hinaus ഒരെണ്ണം കൂടിയുണ്ട്. എന്താണ്? darüber hinaus sind wir in der Lage Freizeitaktivitäten während der Reisen erhalten. നമുക്ക് എന്താണ് എന്തൊക്കെ ചെയ്യാം? അന്തരൻ ആക്ടിവിറ്റേറ്റൻ, ഫ്രൈസൈറ്റ് അല്ല, അന്തരൻ ആക്ടിവിറ്റേറ്റൻ എന്തൊക്കെയാണ്? മ്യൂസിക് ഹോറൻ, വ്യൂഷ്വലൈസൻ, ഇതൊക്കെ നമുക്ക് യാത്ര ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ഗന്നീസ് ബാർ റൈസനാണ് നമുക്ക് എർഹാൾട്ടൻ ചെയ്യാനായിട്ട് കഴിയുന്നത്. അത് മാത്രമോ, ഒരുപാട് ആൾക്കാർ നമ്മൾ പുതിയ വേരൻ്റ് ഉൻസുരം റൈസൻ ഇസ്റ്റസ് മ്യോഗ്ലിഷ് ഫീലെ ലോയ്റ്റ് കെന്നൻസുലാണ് അല്ലേ. ഒരുപാട് ആൾക്കാർ നമുക്ക് പുതുതായിട്ട് പരിചയപ്പെടാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഈ ഓഫൻലിഷൻ ഫെർക്കാസ് മെറ്റൽ റൈസൻ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ നാക്ടയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? മഞ്ചുമാൽ ഗിഫ്റ്റ് സൈൻ റിസിക് ഓഫ് ലാംഗറെ സൈറ്റ് ടു വാട്ടർ ലാംഗറെ സൈറ്റ്സ് സുവാർട്ടൻ. ചിലപ്പോഴൊക്കെ ഒരുപാട് നേരം നമുക്ക് ഈ ഒരു ഓഫൻലിഷെ ഫെർക്കാസ് മെറ്റലിനായിട്ട് കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതൊരു വലിയ നാക്ടയിലാണ്. darüber hinaus ist es außerdem zudem ist es beachtenswert, dass എന്താണ് das es Krankheiten verbreiten kann അല്ലേ. എന്താണ് നമുക്ക് ഓവർ ഫ്യൂൽറ്റഡ് ആയിട്ടുള്ള ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള വണ്ടികൾ ഈ ഒരു ഓഫൻലിഷൻ ഫെർക്കാസ് മെറ്റലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ എന്താണ് അസുഖങ്ങൾ നമുക്ക് പെട്ടെന്ന് പടർന്ന് പിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവാണ്. അത് മാത്രമല്ല നോട്ട് വെൻറ്റിഗേറ്റ് സിറ്റുവേഷനുകളിൽ നമുക്കിപ്പോൾ ഒരു പേഴ്സണലിഷൻ പ്രോബ്ലം, ഒരു ക്രാങ്കൈറ്റ് ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഈ ഓഫൻലിഷൻ ഫെർക്കാസ് മെറ്റൽ വാട്ടൺ ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല. നോട്ട് വെൻറ്റിഗേറ്റ് സിറ്റുവേഷനിൽ ഇസ്റ്റസ് അതിനെ ഉൻഗെയായിട്ട് മ്യോഗ്ലിഷ്കൈറ്റ് അല്ലേ, നമുക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം മൂന്നാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോ ഔട്ടോസ് എന്ന് വെച്ചാൽ എന്താണ്? എസ് ഗിഫ്റ്റ് കൈനെ ബ്രെൻസ്റ്റോഫ് ഫെർബ്രൗഹ് അല്ലേ. അവിടെ നമുക്ക് ഒരു ബ്രെൻസ്റ്റോഫിൻ്റെ യൂസേ വരുന്നില്ല, ബാറ്ററിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് ആ ഒരു സേവോസ് ബൈ എമിസിയോണും കുറയ്ക്കാനും കഴിയും. എന്താണ് മാൻകാൻ ഔഹ് ദി ബ്രെൻസിൻ കോസ്റ്റൻ റെഡ്യൂസ് ചെയ്യണം. ബ്രെൻസിൻ കോസ്റ്റൻ ഫെർമൈറ്റൻ നമുക്കൊരു പൈസ കൊടുത്ത് അതിൻ്റെ ചിലവ് നമുക്ക് എന്താണ് ചുരുക്കാനായിട്ട് കഴിയും. ഗൾഡിഷ് പാരിങ് മോഗ്ലിഷ്കൈറ്റാണത് അല്ലേ. അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്. പിന്നെ നമ്മളൊരു പ്ലസ് പോയിൻ്റ് കൂടെ പറയുമ്പോൾ എന്താണ്, അവിടെ ഇലക്ട്രോ ഓട്ടോസിനകത്ത് നമ്മൾ ഹുൻസറൻ ബെക്കോംലിഷ്കൈറ്റ് കാറുകളാണ് അല്ലേ. നമുക്കിപ്പോൾ സ്വന്തമായിട്ടൊരു ഇലക്ട്രോ ഓട്ടോ ഉണ്ടെങ്കിൽ സിസ്റ്റർ മ്യോഗ്ലിഷ് ഉൻസറൻ ബെക്കോംലിഷ്കൈറ്റ് ഫാരൻ അല്ലേ. നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനൊരു ബ്രെൻസ്റ്റോഫ് യൂസ് ഇല്ല, സേവോസ് എമിസിയോണും ഇല്ല, ബെക്കോംലിഷ്കൈറ്റ് അനുസരിച്ച് യൂസ് ചെയ്യാനും പറ്റും. പക്ഷേ അപ്പോൾ നമ്മൾ നെഗറ്റീവ്സ് പറയുമ്പോൾ എന്താണ്? ലാതൻ പ്ലാറ്റ്സ് അല്ലേ. ലാതൻ പ്ലാറ്റ്സ് സിൻഡ് നിഷ്ട് യുബറാൾ എർഹേൽറ്റ്ലിഷ് എന്താണ് എല്ലായിടത്തും ഒന്നും ലാതൻ പ്ലാറ്റ്സ് കിട്ടത്തില്ല, ചാർജിങ് പ്ലേസുകൾ അല്ലേ. അതാണ് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോഹറെ അൻഷാഫും കോസ്റ്റൻ അല്ലേ. മാക്ട് സേർ ഷ്വേരിഷ് അല്ലയസ്റ്റു ലൈസ്റ്റൻ അല്ലേ. എല്ലാവർക്കും ലൈസൻസ് ചെയ്യാൻ പറ്റാത്തതായിട്ട് അതിനെ മാറ്റുന്നത് എന്താണ്? അതിൻ്റെ ഒരു കോസ്റ്റ്, ഒരു ഭയങ്കര ചിലവേറിയൊരു ഇതല്ലേ, ഒരുപാട് പൈസയാകും നമ്മളൊരു ഇലക്ട്രോ ഓട്ടോ മേടിക്കുമ്പോൾ. അപ്പോൾ അത് രണ്ടാണ് അതിന് നാക്ടൈലുകൾ. അപ്പോൾ ഈ ഒരു
തേമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മ്യോഗ്ലിഷ്കൈറ്റൻ എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവസാനം നമ്മൾ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഷ്ലുസ് നമുക്ക് പറയാം. Abschließlich sich sagen, dass dieses Thema viele Facetten hat und sowohl Chancen als auch Herausforderungen mit sich bringt, weshalb eine bewusste und ausgewogene Herangehensweise besonders wichtig ist. Wenn wir diese Möglichkeiten in Anspruch nehmen, ist es möglich, ein braves Leben führen. Hier kommt meine Vortrag zum Ende. Vielen Dank für Ihre Aufmerksamkeit.